സ്കോട്ട്ലൻഡിലെ ലെർവീക്കിൽ കഴിഞ്ഞ ദിവസം തീപ്പന്തങ്ങളുമായി ജനം തെരുവിലിറങ്ങി. എന്തിനാണെന്നല്ലേ? യൂറോപ്പിലെ ഏറ്റവും വലിയ വൈക്കിംഗ് ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ. തീപ്പന്തങ്ങളും ഏന്തിയുള്ള റാലിക്കൊടുവിൽ മരത്തിൽ നിർമ്മിച്ച വൈക്കിംഗ് പടക്കപ്പൽ കത്തിച്ചാണ് അബ്ഹെലിയ ആഘോഷം അവസാനിച്ചത്. ശൈത്യകാലത്തിന് അവസാനം കുറിക്കാനും സ്കോട്ടിഷ് നോർസ് പൈതൃകം സ്മരിക്കാനുമാണ് ഈ ഉത്സവം സംഘടിപ്പിക്കുന്നത്. സ്കോട്ട്ലൻഡിലെ അബ്ഹെലിയ ആഘോഷ കാഴ്ചകളിലേക്കാണ്. സ്കോട്ട്ലൻഡിൽ 12 നൂറ്റാണ്ടിലേറെയായി വേരൂന്നിയ സംസ്കാരത്തിന്റെ 140 വർഷമായുള്ള ആഘോഷ പതിപ്പാണ് അബ്ഹെലിയ ഉത്സവം. ഷെറ്റ്ലാൻഡ് ദ്വീപുകളിൽ ജനുവരി മാസത്തിലെ അവസാന ചൊവ്വാഴ്ച നടക്കുന്ന ആഘോഷം യൂറോപ്പിലെ ഏറ്റവും വലിയ ഫയർ ഫെസ്റ്റുകളിൽ ഒന്നാണ്. രാത്രിയിൽ ആയിരക്കണക്കിന് ആളുകൾ കയ്യിൽ കത്തുന്ന പന്തങ്ങളുമായി നഗരത്തിലൂടെ മാർച്ച് ചെയ്യുന്നു. ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരെ ഗൈസറുകൾ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ ജാൾ സ്ക്വാഡ് മാത്രമാണ് വൈക്കിംഗ് വേഷം ധരിക്കുന്നത്. മറ്റുള്ളവർ പലതരത്തിലുള്ള വിചിത്രമായ വേഷങ്ങൾ അണിഞ്ഞാണ് ഘോഷയാത്രയിൽ അണിനിരക്കുന്നത്. ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം ഒരു വൈക്കിംഗ് കപ്പൽ അഗ്നിക്കിരയാക്കുന്ന ഘട്ടമാണ്. തീപ്പന്തവുമായി ഇവർ മരക്കപ്പലിനെ വലം വെക്കും. പരമ്പരാഗത വൈക്കിംഗ് ഗാനമായ ദി നോർസ്മാൻ ഹോം പാടിക്കൊണ്ടാണ് ഇവർ കപ്പലിനെ വലം വെക്കുന്നത്. പിന്നീട് ബ്യൂകൾ മുഴങ്ങുമ്പോൾ കയ്യിലെ തീപ്പന്തങ്ങൾ കപ്പലിലേക്ക് വലിച്ചെറിയും. ആ കപ്പൽ അഗ്നിക്കിരയാക്കും. നാല് മാസമെടുത്താണ് ഗാലി എന്നറിയപ്പെടുന്ന ഈ മരക്കപ്പൽ നിർമ്മിക്കുന്നത്. കപ്പൽ കത്തിച്ചതിന് ശേഷം രാത്രി വൈകുന്നതുവരെ നൃത്തവും സംഗീതവും ഭക്ഷണവുമൊക്കെയായി നീണ്ടുനിൽക്കുന്ന അത്താഴ വിരുന്നുകളും നടക്കാറുണ്ട്. പകൽ സമയം ബാക്ക് പെപ്പർമാരുടെയും വൈക്കിംഗ് വേഷധാരികളുടെയും ഘോഷയാത്രയാണ് മറ്റൊരാകർഷണം. 8-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ 11-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ യൂറോപ്പിലുടനീളം പര്യവേഷണങ്ങൾ നടത്തുകയും വ്യാപാരം ചെയ്യുകയും ചെയ്തിരുന്ന സ്കാൻഡിനേവിയൻ വംശജരാണ് വൈക്കിങ്ങുകൾ. കടൽ കൊള്ളക്കാരൻ എന്നാണ് വൈക്കിംഗ് എന്ന പഴയ നോർസ് പദത്തിന്റെ അർത്ഥം. സ്കോട്ട്ലൻഡിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ സ്വാധീനിച്ച ഒന്നാണ് വൈക്കിങ്ങുകളുമായുള്ള ബന്ധം. 8-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ 500 വർഷത്തോളം ഈ സ്വാധീനം നിലനിന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.